ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ആലിയ ബുക്കിലെ സ്റ്റേ കംപ്ലീറ്റ് ആക്കിയിട്ട് നൂസപ്പനീഡിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ക്യാബ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ക്യാബിൽ നിന്ന് നമ്മൾ പോർട്ട് സലൂണിൽ പോയിട്ട് അവിടെ നിന്ന് ഫെറി പിടിച്ചിട്ട് നൂസപ്പനീഡിലോട്ട് പോകും. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നൂസപ്പനീഡിലുള്ള വിശേഷമായിരിക്കും. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, വയ്യ സ്ഥലത്തേക്ക് ജലദോഷം വിളിച്ചാൽ സൗണ്ടൊക്കെ തന്നെ അടഞ്ഞു വരും. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമ്മൾ നൂസപ്പനയിലേക്ക് പോകാനുള്ള ടിക്കറ്റ്സൊക്കെ എടുത്തു. എന്നിട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ലഗേജൊക്കെ നമ്മൾ കൊടുത്തു, അവർ കൊണ്ടുവരും എന്ന് പറഞ്ഞു അങ്ങോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തേക്കും കേട്ടോ. ഇനി ഫെറി വന്നിട്ട് അതിൽ കയറി നൂസപ്പനയിലോട്ട് പോകും. നമ്മളിതാ ഫെറിയിൽ കയറാൻ പോവാണ്. അങ്ങോട്ടുള്ള വാക്ക് വേ ആണ് കേട്ടോ ഇത്. അങ്ങോട്ടുള്ള ഫെറി ഇവിടെ വരുന്നേ ഉള്ളല്ലേ. ഈ സൈഡിൽ കൂടെ പോകാം. അതാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ബോട്ട്, അറിയില്ല ഇതെങ്ങനെയാണ്. പാട്ടൊക്കെ ഇട്ടൊക്കെയാ പോകുന്നത്. ഇത്രയും പോയി. ഇതാണ് നമ്മുടെ ഫെറി. Ty masz kogoś na taki nas przetransportuje? Zanczelo znaczki. To nie jest problem. Można kupić w porcie, można kupić. Zanczela mnie. അപ്പം നമ്മൾ നൂസപ്പനീടെ എത്തി. ബോട്ടിൽ വന്നിവിടെ ഇറങ്ങി. 11 മണിക്ക് ബോട്ട് എടുത്തോളൂ അല്ലേ. ആൾക്കാരൊക്കെ നടന്ന് അതെ അതാ. അപ്പം നമ്മളിത് അങ്ങോട്ട് ഇനി ഇവിടുന്ന് ഒരു ടാക്സിയോ അല്ലെങ്കിൽ നോക്കണം എങ്ങനെയാണ് പോയിട്ടെന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളിനി റൂമിലോട്ട് പോകും. എന്നിട്ട് ബാക്കി നമ്മൾ വെച്ചിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കുവാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. കാണാമോ? ഇങ്ങനൊരു പോലെ ഇവിടെ ഇങ്ങനൊരു കുഞ്ഞി ബാൽക്കണി ഉണ്ട്. അങ്ങോട്ട് റിസപ്ഷൻ ഏരിയ ആണേ.
അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇതാണ് റൂം. TV AC ഒക്കെ ഉണ്ട്. ഇതൊരു കണ്ണാടി. ഇതാണ് ടോയ്ലറ്റ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ന്യൂസപ്പനയിൽ 2 ദിവസം നിൽക്കുന്ന. ഞാൻ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ആ 2 ദിവസം അപ്പം നമ്മൾ ഈ സ്ഥലത്തായിരിക്കും. ഇങ്ങോട്ട് കുറച്ചൊക്കെ കാണാനുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കും നിങ്ങളെ കാണിച്ചിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു ഓർവ്യൂ കാണിച്ചതേ ഉള്ളൂ. ഇവിടെ പെട്രോൾ പമ്പ്. നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ഗുവാഗിരി പുത്രി ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഗുഹയ്ക്കകത്താണെന്നാണ് ഞാൻ കേട്ടത്. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കുറേ പക്ഷെ ഇത് നല്ല രസമുണ്ടെന്ന് കേട്ടായിരുന്നു. എന്താ എനിക്കറിഞ്ഞൂടെ. ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ കൊള്ളാൻ കൊള്ളില്ലെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് കാര്യം നോക്കാം ഇവിടെ എന്താ ഉള്ളതെന്നുള്ളത്. നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന വഴിക്കാണിത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതായതുകൊണ്ട് കയറി നോക്കാം എന്നുള്ള രീതിക്ക്. അപ്പം നമ്മൾ അതിനകത്തോട്ട് കയറാൻ പോവുകയാണ്. ഞങ്ങളെ മുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ട് നടക്കുക. അപ്രോപ്രിയേറ്റ്, ഡു നോട്ട് ക്യാരി മാജിക്കൽ ചാം, പ്ലീസ് മെയിൻറ്റെയിൻ യുവർ തോട്ട്സ് വേർഡ്സ് ഹെവൻലി, താങ്ക് യു. ഇവിടെ നിന്ന് എന്താ ഇങ്ങനെ സ്റ്റെപ്പ് കയറണം. ഞാനിപ്പോൾ കാണിച്ചു തരാവേ ഒരു മുണ്ടെടുത്ത ആളെ. കയറിപ്പോ. ഇവിടുത്തെ ലുങ്കിയൊക്കെ കൊടുത്ത് ദോ കയറിപ്പോന്നു. എടാ ഇതെടുത്ത് നടക്കാൻ ഭയങ്കര പാടാടാ. എനിക്ക് 2 ചുറ്റൊക്കെ ചുറ്റിയാ കിട്ടിയത്. ഭയങ്കര പാടാണ്. ഇത് 2 തട്ടൊക്കെ ഉണ്ടിരിക്കും. എന്റെ പൊന്നേ, ഇപ്പം പടി കയറിയപ്പത്തിന് പറയാമല്ലോ. അത്രയും പടി. അയ്യോ, ആ പടിയത്രയും കയറി വന്നിട്ട് ഇതുപോലത്തെ ക്രാബ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് മാത്രം കാണാൻ പറ്റുന്ന പ്രത്യേക ക്രാബുണ്ട്. 5 പടിയാ കാട്. പടിയല്ലേ. അയ്യോ, കൊള്ളാം. എൻ്റെ ഡ്രസ്സ് സൂപ്പറല്ലേ. ഇതാണ് ഇവിടുത്തെ ഇങ്ങനെ ഗുഹയ്ക്കകത്തൂടെയാണ് നമ്മൾ വരേണ്ടത്. ഇതൊന്നും തോന്നിയാണ്. എൻ്റെ
ഫോൺ എടുക്കോടാ, ഫോൺ ഇത് കുടിക്കാനുള്ളതാണ്. പിന്നെ ഇതിനകത്ത് എന്താ വയ്ക്കാനുള്ളതല്ലേ അല്ലേ? ഇതാണ് ഈ ഗുഹയ്ക്കകത്തുള്ള സംഭവം. നമ്മൾ അകത്തുനിന്ന് ഇങ്ങനെ താഴ്ന്ന് വേണം ഇങ്ങനെ ഇറങ്ങി വരാൻ. ഇങ്ങനെ കുഞ്ഞു ഗ്യാപ്പിൽ കൂടെ കയറി വരുന്നു. ഇങ്ങനെ ഗുഹ ഇവിടെ എന്തൊക്കെയാണെന്നറിയില്ല. ഇവിടെ കുറേ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എന്തോ ക്രാബ് നമ്മൾ കണ്ടില്ല ഗൈസ്. അപ്പം നമ്മൾ മറ്റേ അമ്പലത്തിൽ കയറിയിട്ട് ഇറങ്ങി. അവിടെ ഒരു കുന്തവും ഇല്ലായിരുന്നു. ജസ്റ്റ് ആ പാറയ്ക്കകത്ത് കയറി. അവിടെ എന്തൊക്കെയോ അവിടെ എന്തോ പ്രതിഷ്ഠയുണ്ട്. പക്ഷെ എന്താണെന്നൊന്നും നമുക്കറിയാം. ചുമ്മാ ഒരു പാറയ്ക്കകത്തൂടെ കയറി ഇങ്ങനെ ഇറങ്ങണം. ഉള്ളിൽ ഗുഹയ്ക്കകത്ത് കയറണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ മാത്രം പോയാൽ അത്. പക്ഷേ എൻട്രി ഫീ ആയിട്ട് അവർ 1 lakh പറയുന്നത്. 1 lakh എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 500 അല്ലേ? അല്ലേ 500 അല്ലേ? പലതും പറയും. അല്ല എൻട്രി ഫീ എത്ര പറയണ്ടേ? എൻട്രി ഫീ എനിക്ക് അറിഞ്ഞൂടാ. ഡ്രസ്സിന് നമ്മൾ അവിടെ താഴെ 10,000 ഞാൻ പോകാനൊന്നും പറയുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞത് വെച്ചാല് അവിടെ ഗുഹയ്ക്കകത്ത് ഡൊണേഷൻ എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങുന്ന പൈസ. എൻട്രി ഫീ ഒന്നും അല്ല അത്. ഓ ഡൊണേഷൻ എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് കേട്ടോ അത്. എന്തിനും ഇടപ്പുണ്ട. ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ 50K സ്റ്റാർട്ടിങ്. അതായത് ഒരാൾ 50,000 വെച്ച് അവിടെ ഡൊണേറ്റ് ചെയ്യണം. എന്നിട്ട് അവരുടെ പേരും നാഷണാലിറ്റിയും ഒക്കെ എഴുതണം. ബേസിക്കലി ലോക്കൽസിൽ അതിൽ വിശ്വാസമുള്ളവർക്കൊക്കെ പോയിട്ട് എന്തെങ്കിലും അവിടെ കുറേ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിശ്വാസമുള്ളവർക്ക് പോകാനുള്ള ഒരു അമ്പലമാണ്. നമ്മളൊന്നും അവിടെ പോകേണ്ട ഒരു കാര്യമില്ല. അതുപോലെ അതിൽ പലയിടത്തും ഫോറിനേഴ്സിന് എൻട്രി ഇല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രം എൻട്രിങ് അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ബേസിക്കലി വെറുതെ കുഴിക്കകത്ത് ഇറങ്ങി കുറച്ച് നടന്ന് കുറേ ഗുഹയുടെ അകത്ത് കാണും. അതിനെക്കാട്ടി നമ്മുടെ നാട്ടിലുള്ള വല്ല ഗുഹയിലും പോകുന്നു. പൈസയും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം 1000 Island വ്യൂ പോയിന്റിലെത്തിയല്ലേ. അത് ഡയമണ്ട് ബീച്ചിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി നോക്കിയിട്ട് അവിടുത്തെ വ്യൂ എന്താണെന്നുള്ള കാണിച്ചു തരാവേ.